പറഞ്ഞു എത്തിക്കാൻ അത് ഏത് തരത്തിലുള്ള ഞെട്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്? അഭിനയത്തിലൂടെയാണ്, ആക്ഷൻ സീനിലൂടെയാണ്, അഭിനയത്തിലൂടെ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തിരുന്നത് ശ്രീജേട്ടനോടൊരു കാര്യം വ്യക്തിപരമായിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ സാജനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, AK സാജൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും 3 തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ ഒരു 10 തിരക്കഥ എടുക്കുകയാണെങ്കിൽ, 15 തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 എണ്ണമെങ്കിലും ശ്രീനേട്ടൻ്റെതാണ്. അതിന് ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല, നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഒപ്പം ശ്രീനേട്ടൻ്റെ വലിയൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ വൺ ലൈനേഴ്സ്, അതിൻ്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനിവേദൻ. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ശ്രീനിവേദൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്യാമളയിൽ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പോകുന്ന ഓട്ടോറിക്ഷയുടെ ഓണർ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ്, അല്ലാതെ അയ്യപ്പനല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഉദയനാരായണ താരത്തില് മീന മോഹൻലാൽ